ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസ് ഓപ്പൺ. അപ്പോൾ കണ്ണു തുറക്കൂ എപ്പിസോഡ് 11 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി ഐഡിയ ആണ്. ഒരു പൊളി ട്രിക്കാണ്. അതാണ്ട് ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്താണ് ഞാൻ ഇന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് സിമ്പിൾ ഫോട്ടോ ആണ് ഇത്. നിങ്ങൾക്ക് സെൽഫി രൂപത്തിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ എടുക്കാം. അല്ലാതെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ ഫോട്ടോ ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ, ഇങ്ങനെയായിരിക്കും ആ ഒരു ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്നും ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമാറ്റിക് സ്റ്റോറീസ് എന്ന ഇതിലെ സീരീസിൽ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. നല്ല റെസ്പോൺസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഇൻട്രോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുക്കുക. നമ്മളുടെ നോട്ട്ബുക്കിന്റെ ഒക്കെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നമുക്ക് ആ ഫോട്ടോ വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് പെൻസിൽ വെച്ച് വരച്ചതിന് ശേഷം അതിനെ കട്ട് ചെയ്ത് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. സാധനം സിമ്പിൾ. അതാണ് ഞാൻ ഇത് കാണിക്കാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഹാർട്ടിന്റെ വേണോ, അതുപോലെ നമ്മളെ ഡയമണ്ട്, ഏത് വേണോ നിങ്ങൾക്ക് രീതി കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇനി എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു കട്ട് ചെയ്തെടുത്ത ഫ്രെയിം എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് സൈഡാണോ നിങ്ങൾക്ക് ആ ഒരു കളർഫുൾ ആയിട്ട് വേണ്ടത് ആ ഒരു ഭാഗം എന്ത് ചെയ്യുക, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് വെക്കുക. ഞാനിപ്പോ ജസ്റ്റ് ഡിസ്പ്ലേ നോക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് ഞാൻ വെക്കുന്നതെന്ന്. ഇത് മടങ്ങാതെ മാക്സിമം ശ്രമിക്കുക കേട്ടോ. നോക്കുക, ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ മടങ്ങാത്ത രീതിയിൽ കറക്റ്റ് ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ഫ്രെയിം നോക്കി തന്നെ ഇങ്ങനെ അങ്ങ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങളിപ്പോൾ ഏതൊരു ഷേപ്പാണോ കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വെച്ച് ഫോട്ടോ എടുക്കാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു ഇത്രയും ഭാഗം കളർ ചെയ്യാം, അതിന് ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അത് നിങ്ങളെ ഇഷ്ടമാണ്. എഡിറ്റിംഗിൽ നിങ്ങൾക്ക് അത് എങ്ങനെ വേണോ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് കോപ്പി അടിച്ചതുപോലെ ആവത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ഓൺ സ്റ്റൈൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു സൂപ്പർ ഐഡിയ ആണ്. അത് സിമ്പിൾ ഐഡിയ ആണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. അതാണ് നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തരാൻ കാരണം തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എടുക്കുന്ന ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്ന് നോക്കാം. ഞാൻ മൊബൈലിൽ തന്നെ കാണിച്ചു തരാം. സ്നാപ്സീഡ് യൂസ് ചെയ്താണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇവിടെ ഈ ഒരു പെൻസിൽ ബട്ടൺ ഉണ്ട്, അതിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രോപ്പ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് ക്രോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലത്തേക്കാണ് വേണ്ടത് ആ ഒരു ഇതിൽ കറക്റ്റ് ക്രോപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ക്രോപ്പ് ചെയ്യാൻ പോവാണ്. എനിക്ക് വേണ്ട രീതിക്ക് മാക്സിമം ഈ ഒരു നമ്മളെ ഈ ഫേസ് ക്ലോസ് ആയിട്ടാണ് കൂടുതലും ഇത്തരം ഇമേജസ് എടുക്കേണ്ടത്. കാരണം നല്ല രസം അതാണ്. കുറച്ച് ക്ലോസ് ആയിട്ട് വേണം എടുക്കാൻ. ഒരിക്കലും ദൂരെ പോയി നിന്നിട്ട് അല്ലെങ്കിൽ വലിയ ലോങ് ആയിട്ട് നിന്ന് എടുക്കരുത്. ക്ലോസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം മാക്സിമം. ഞാനിപ്പോൾ ഇവിടെ റൂൾ ഓഫ് തേർഡ് നോക്കിയാണ് കറക്റ്റ് ക്രോപ്പ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇത് മതി. ഇവിടെ ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള ബേസിക് ആയിട്ടുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും പെൻസിൽ ക്ലിക്ക് ചെയ്യുക. ടൂൺ ഇമേജ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് മതി. ഓക്കെ, ബേസിക് അത് മതി. നമുക്ക് ഇനി ബാക്കി ചെയ്യാനുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഈ പെൻസിൽ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ പിക്ചർ ടോട്ടലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ പിക്ചർ ടോട്ടലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിക്ചർ ഒന്ന് സൂം ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളിതാ ഇവിടെ ടിക്ക് ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, സ്നാപ്സീഡ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാം അറിയാവുന്ന ഓപ്ഷനാണ്. വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വ്യൂ എഡിറ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ പറ്റും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ബ്രഷും അതുപോലെ തന്നെ ഒരു സ്ക്വയറും പോലെ കാണാം, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇൻവെർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു കോർണറിൽ ഇൻറ്റു മാർക്കിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇൻവെർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിക്ചർ നേരത്തെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക.
ഓക്കെ, നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 0 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ നോക്കുക, അതായത് 0 എമൗണ്ട് തന്നെ ആക്കി നിർത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പിക്ചർ കുറച്ച് സൂം ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു നമ്മൾ എടുത്ത ആ ഷേപ്പിനകത്തുള്ള ആ ഒരു സ്ക്വയറിനകത്തുള്ള ഭാഗം അത്രയും എന്ത് ചെയ്യുക, എറൈസ് ചെയ്യുക. ശ്രദ്ധിച്ച് എറൈസ് ചെയ്യണം. ആ ഒരു ഹാൻഡിലൊന്നും വരാൻ പാടില്ല. ഇപ്പോൾ കുറച്ച് ഹാൻഡിലായിട്ടുണ്ട്. ഹാൻഡിലൊന്നും വരാൻ പാടില്ല. ഇത് നിങ്ങളിവിടെ 100 ആക്കിയതിന് ശേഷം എറൈസ് ചെയ്താൽ തിരിച്ചു വരും. ഹാൻഡിൽ വരാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും 0യിലേക്ക് എത്തിക്കുക. എന്നിട്ട് നമ്മളിത് എറൈസ് ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു ഷേപ്പിനകത്തുള്ള പാർട്ട് അത്രയും ഇങ്ങനെ ശ്രദ്ധിച്ച് എറൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുള്ള ഭാഗം എറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എന്താ പറയുക, ആ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിൻ്റെ പുറത്തൂടെയുള്ള ആ ഒരു വൈറ്റ് ഷേപ്പിൻ്റെ പുറത്തൂടെയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ എറൈസ് ചെയ്ത് കളയണം. എന്നിട്ട് ഈ ഒരു ഷേപ്പിന് പുറത്തോട്ടുള്ള ഭാഗത്ത് നമ്മൾ എറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡും അതുപോലെ നിൽക്കണം. ഈ ഒരു ഷേപ്പും കൂടി നമുക്കൊന്ന് എറൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ അത് എറൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ ടിക്ക് മാർക്ക് കൊടുത്ത് ഇതൊന്ന് എന്താ പറയുക, സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ അത്രയും നീറ്റ് ആക്കണം. ഓക്കെ, അതായത് ഈ ഒരു ഡോട്ട്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ സാധാ പിക്ചർ എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ആ ഒരു ആ ഒരു ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം ഹീലിംഗ് ബ്രഷ് ഇട്ടിട്ട്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റാ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തിയിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് അമർത്തിക്കുക. ഇതുപോലത്തെ ഒരുപാട് ട്രിക്സും അതുപോലുള്ള ഒരുപാട് വെറൈറ്റി കണ്ടന്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഞാൻ അൻഷാദ് അൻഷു, ഐസോപ്പൺ ഫോട്ടോഗ്രാഫി. ബൈ.